ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആരുടെ കൂടെ എൻ്റെ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആരുടെ കൂടെ സെൽഫി എടുത്താലും ഈ ഡാനി സത്യൻ, അതുല്, ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നത്. ഇവന്മാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനാണ് ഈ തമ്പലിനോ അങ്ങനല്ലേ പറയുന്നത്, അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. കാമുകൻ അപ്പൊ ഫോട്ടോ നോക്കുമ്പോൾ അവര് വേറെ ആൾക്കാരാണ്. ഇവർക്ക് വേറെ ഒന്നും വെച്ച് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാല്ലോ മെയിൻ സ്ട്രീം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രേണുസുതി അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാള് നമ്മുടെ പേരൊക്കെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ വന്നിട്ട് നമ്മുടെ പേര് പറയുമ്പോൾ നമ്മളുടെ തൊലിയാണ് ഉരിഞ്ഞു പോകുന്ന സുഹൃത്തുക്കളെ. എന്തായാലും അതിലോട്ട് വന്നിരിക്കും. വരുന്നതിന് മുന്നേ നമുക്കിന്ന് കുറേ രേണുവിന്റെ വീഡിയോകൾ കാണാനുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ രേണു പറയുന്നുണ്ട്. മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ ജീവിതം. ആ കൂട്ടത്തിൽ വീണ്ടും മണ്ടത്തരങ്ങൾ വാരിക്കോരി വെക്കുന്നു. പിന്നെ എനിക്കെതിരെ വന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടെതിരെ പോയില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. രേണു എന്നെ എന്ത് വിചാരിക്കും? മോശമല്ലേ? ഓക്കെ, അതിലോട്ട് വരാം. അതിനു മുന്നേ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് നേരെ വെച്ച് താമസിപ്പിക്കേണ്ട ഒരുപാടുണ്ട്. അതുകൊണ്ട് ക്ലിപ്പിലേക്ക് പോവാം. വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. എന്തായാലും കൊള്ളാം. കൂട്ടുകാരൊക്കെ അടിച്ചു പിരിഞ്ഞത് കണ്ടപ്പോൾ ഒരു സമാധാനം. നോട്ട് ദ പോയിന്റ്. വീണ്ടും ഇട്ടോ അയാൾ വച്ചോ, അതന്നെ, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. രേണുവിന്റെ ഫുഡ് കഴിപ്പ് കണക്കാണ്, എന്തൊക്കെയോ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. രേണു ടേക്ക് കെയർ. ഫുഡ് കഴിക്കണം, ഒരുപാട് കഴിക്കണം, വാരി വലിച്ച് കഴിക്കണം. അതോടെയെങ്കിലും ഒന്ന് പൊട്ടിത്തെറിക്കട്ട്. വന്നല്ലോ വനമാല എന്ന് പറയുന്നത് പോലെയാണ് രേണുവിന്റെ നടത്തം കണ്ട. ഈ ഓൺലൈൻ മീഡിയാസ് അമാരൊന്നും പറയുന്നില്ല. അവന്മാര് ക്ലിപ്പ് എടുക്കുന്നുണ്ടല്ലോ നമുക്ക് ബൈറ്റ് കിട്ടുന്നു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അടുത്ത കാണാം. 3 സിനിമ ചെയ്തല്ലോ. സിനിമയുടെ അതായത് 3 സിനിമ രേണുസുതി ചെയ്തെന്നാണ് പറയുന്നത്. വല്ല ഓഞ്ഞ കൊക്കോ ഷോർട്ട് ഫിലിമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബ്രഹ്മാണ്ഡ ചിത്രം, പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പടം അഭിനയിച്ചതുപോലെയാണ് പറയുന്നത്. കുറെ കൊണച്ച ഷോർട്ട് ഫിലിമിക്കാരെ അഭിനയിച്ചു കഴിഞ്ഞാൽ 3 പടം ചെയ്തല്ലോ എന്ന്. ഇതിനൊന്നും വിവരം വെള്ളിയാഴ്ച ബോധമൊന്നും ഇല്ലേ? 3 പടം ചെയ്തല്ലോ എന്ന്. ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് അത് വേണേ നാളെ എനിക്കും എടുക്കാം. ഞാനെന്താ ഇവിടെ അങ്ങോട്ട് നടന്നിട്ട് ചുമ്മാ ഇവിടെ നിന്നിട്ട് 2 കൂട്ടുകാരന്മാരെ പിടിച്ച് ചേർത്തിട്ട് ഉന്തും തള്ളുമൊക്കെ നടത്തിയിട്ട് ഒരു സ്റ്റോറി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് 2 തള്ളും തള്ളിയ ഷോർട്ട് ഫിലിമായി. സത്യം. അതിനെ പോയിട്ടാണ് 3 സിനിമ ഞാൻ അഭിനയിച്ചല്ലോ എന്ന്. പിന്നെ കോപ്പാണ്. ഈ തള്ളു കേൾക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത്. എവിടെയാണ് ഇത്? തള്ളോട് തന്നെ കോപ്പ് എല്ലാം അടിച്ചു പോയ. അത് നമ്മൾ കണ്ടല്ല. ദാന വരുന്ന നെറ്റിപ്പട്ടൊക്കെ വെച്ച് വരുന്നത് പോലെ വരുന്നുണ്ട്. തെയ്യം പോട്ട്. രേണുവിനെ കണ്ടാ കേറിയാൻ്റെ ആൾക്കാര് കണ്ടാ കേറിയത് കൊണ്ടുവരുന്നുണ്ടോ? വാവ്. ആരടാ ചേച്ചി? പുതിയ ചേച്ചിയാണല്ലോ. രേണുവിനെ കാണുമ്പോൾ എന്തൊരു പ്രത്യേക ചിരി, പ്രത്യേക സന്തോഷം. രേണു പാട്ടി ഉയരേ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ഏതാ ഈ ചേച്ചി? ചേച്ചി ഏതായി ആയിക്കോട്ടെ. ഇനി രേണുവിനെ കാണാം. എന്നെ പോലെ കുറെ സിംഗിൾ പേരൻസ് ഉണ്ട് ലൈഫിൽ. തുറന്നാൽ ഞാൻ വായിക്കാത്തല്ലോ കുത്തിത്തിരി വെച്ച് തരും. എന്നെ പോലെ കുറെ സിംഗിൾ പാരന്റ്സ് ഉണ്ടെന്നും നിനക്കത് മിണ്ടാനുള്ള യോഗ്യതയില്ല. ഇവിടെ സിംഗിൾ പാരന്റ്സ് ഒരുപാടുണ്ട്. മക്കളെ മര്യാദയ്ക്ക് നോക്കി വളർത്തുന്ന ഒരുപാട് സിംഗിൾ പാരന്റ്സ് ഉണ്ട്. മക്കൾക്ക് അപമാനമായിട്ടുള്ള സിംഗിൾ പാരന്റ്സ് നിന്നെ പോലെയുള്ളത് വേറെ ഇല്ല. തുറക്കല്ല ഞാൻ വല്ലതും കുത്തി അതിൻ്റെ അകത്ത് വെച്ച് സിംഗിൾ പാരന്റ്സ് പോലും. നിനക്ക് എന്ത് യോഗ്യത എന്ന് പറയും? സിംഗിൾ പാരന്റ്സാ നീ? മക്കളെ പറ്റിയിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഇമാതിരി തോന്നിയ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ച് നടക്കൂ പേക്കൂത്തുകൾ. നാളെ ഇതെല്ലാം മക്കളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആ മക്കളുടെ നെഞ്ചത്തോട്ടാണ് ഇതെല്ലാം കൂടി പോകുന്നത് എന്നുള്ള എന്തെങ്കിലും ചിന്താഗതി എനക്ക് ഉണ്ടാവും. കോപ്പിരിക്കണം എനിക്ക്. സിംഗിൾ പാരന്റ് പോലും എന്താ പറയാ, ഒരു നിമിഷം ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും, എല്ലാവരെയും അല്ല കുറച്ചു പേരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ട് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കത്തുള്ളൂ. അത് ശരിയാണ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശരിയാണ്. അല്ലാണ്ട് സിംഗിൾ പാരന്റ് ഈ സാധനം എടുത്തിന്റെ ഇടയിലിടല് വിധവ
മറ്റേ നിക്കർ വിധവ, സിംഗിൾ പാരന്റ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇവള് ഇടക്കിടക്ക് എടുത്തങ്ങ് ഇട്ട് കൊടുക്കും നാട്ടുകാരുടെ ഇടയിൽ. അയ്യോ അപ്പൊ ആളുകൾ അയ്യോ പാവ സിംഗിൾ പാരന്റ് അല്ലേ, മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ എന്ന് ചിന്തിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് 10 ബിരിയാണി ഉണ്ടാക്കി വെച്ച് റോട്ടിൽ നിന്ന് വിറ്റാൽ അന്തസ്സുണ്ട്. ഇമാതിരി തോന്നിവാസം കാണിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ. എന്നിട്ട് പറയും പേര് മക്കളെ വളർത്താനാണ്. എന്നിട്ട് ഇതിലൊന്ന് 5 പൈസ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാ, ഓപ്പ് കൊടുക്കുന്നുണ്ട്. മക്കളെ വളർത്താൻ നടക്കുന്നു നിക്കർ വിധവ. നിനക്കത് തന്നെയടി പറ്റിയത് പേര്. സത്യം, മക്കളെ വളർത്താൻ നടക്കണമെന്ന് പേര്. എനിക്കിത് കേൾക്കുമ്പോഴാണ് ചൊറിഞ്ഞു വന്നത്. സിംഗിൾ പാരന്റ്, വിധവ. വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ബിഗ് ബോസിൽ പോയി. പിന്നെ നടന്ന ചരിത്രമായിരുന്നു. ഒന്നും പറയാനില്ല. ഇങ്ങനെ കുറെ കോപ്പുകളും കൊണ്ട് നടക്കും. എന്തു പറയാം, ഇതൊക്കെ എന്തുവാടേ. സ്ത്രീകളായിട്ടുള്ള നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് കേട്ടാലും നമ്മള് എന്താ പറയാ മുന്നോട്ട് തന്നെ പോവാം. നമ്മള് അത് ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ നേരെ നടന്നു പോകുന്ന പറയാം. ആര് തള്ളക്കി വിളിച്ചാലും കുഴപ്പമില്ല, ഉളുപ്പില്ലാതെ ഇങ്ങനെ പോകുന്ന പറയില്ല. അതുപോലെ പൊക്കോണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയണ്ടായിരുന്നു. നിനക്ക് വിവരമില്ലാത്തതാണോ ബുദ്ധിയില്ലാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിനക്ക് ഇത് ഏതൊക്കെ ഒന്നുമില്ല. അല്ലെ നീ ഇങ്ങനെയൊക്കെ കാണിക്കൂ. ഇത് എന്തുവാ സിംഗിൾ പാരന്റ് പോലും മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു. എന്നിട്ട് നീ മക്കളെ വളർത്താനുള്ള സമ്പാദ്യം നീ ഉണ്ടാക്കില്ല. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഉണ്ടാക്കില്ല. കുറേ ലക്ഷങ്ങൾ ഉണ്ടാക്കില്ലേ. പല ആൾക്കാരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ദുബായിലൊക്കെ ഇനാഗ്രേഷന് 1 ലക്ഷം രൂപയൊക്കെ വാങ്ങുന്നുള്ളൂ. അതായത് പലരോടും പോയിട്ട് ഇൻഡയറക്ട്ലി പറയുക, അതായത് എന്നെ വേണമെങ്കിൽ ഇനാഗ്രേഷന് വിളിക്കൂ, ഞാൻ വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തന്നാൽ മതിയെന്ന്. അതായത് ആരുടെ അടുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരത്തില്ല കേട്ടാ, എന്നെ കുറ്റം പറഞ്ഞ ആളുടെ അടുത്താണ്. എന്നെ കുറ്റം പറഞ്ഞെന്ന് പറയുമ്പോൾ ആ നയം കണ്ടില്ലേ വീഡിയോ ചെയ്തത് നിങ്ങളെപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പലരിടത്തും എന്നെ പോയി കുറ്റം പറയുന്നുണ്ട്. അവർ വഴി അറിഞ്ഞ കേസാണ് കേട്ടോ. എന്തായാലും രേണു ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയും. അല്ല ചീഞ്ഞ കേസുകളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. അത്യാവശ്യം ഹൈ ക്ലാസ് ടീമിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെവിയിലെത്തും. കാരണം നിന്നെക്കാളും അത്ര ആലോചിച്ചാൽ മതി. ഞാൻ പറയാതെ തന്നെ എനിക്ക് പിടികിട്ടും. മോട്ടിവേഷൻ ഓഫ് ദ ഇയർ. നെഗറ്റീവിനെ ഒന്നും മൈൻഡ് ചെയ്യരുത്. നിനക്ക് നെഗറ്റീവ് അല്ലേടി, നിനക്ക് വരുന്നതെല്ലാം പോസിറ്റീവ് കമന്റ് ആണ്. കാരണം നീ നന്നാവടി എന്ന് പറഞ്ഞ് നിനക്ക് പോസിറ്റീവായിട്ടാണ് കമന്റ് വരുന്നത്, അല്ലാതെ നെഗറ്റീവായിട്ടല്ല. അത് നീ ചിന്തിക്കുന്നത് തെറ്റാണ്. നിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ്, അല്ലാതെ നെഗറ്റീവ് അല്ല അതൊന്നും. നീ ചെയ്യുന്ന കോപ്രായങ്ങളും പേക്കൂത്തുകളും കണ്ടിട്ട് നാട്ടുകാർ പോസിറ്റീവായിട്ട് പറയാണ്, എടി ഇതെല്ലാം നിർത്ത്, നേരെയാവും, നന്നാവും എന്നുള്ള കാര്യം. ബാക്കി ബാ. 3 സിനിമ ചെയ്തല്ലോ, അത് ഓൾറെഡി റണ്ണിങ്ങിലാണ്. എനിക്കൊന്ന് ഇറങ്ങാനായിരുന്നു. മാനേജർക്ക് അറിയില്ല, ഞാൻ അങ്ങനെ പുറത്ത് പറയാം. 3 സിനിമ ഞാൻ ചെയ്തു. എത്രയാണ് റെമ്യൂണറേഷൻ എനിക്കറിയത്തില്ല, മാനേജർക്ക് അറിയത്തുള്ളൂ. ഞാൻ പോപ്പുലറാണ്. നീ പിന്നെ എന്നാ കീരത്തിന്? അപ്പൊ മാനേജറാണ് പൈസ എനിക്ക് വീതി ചേർന്ന് തള്ളു. എങ്ങനെയോ എവിടെ കൂടിയൊക്കെ ബിഗ് ബോസിൽ അബദ്ധത്തിൽ അവര് വിളിച്ച് കയറ്റി. അതിനുശേഷം ഒരു മാനേജറും നീയും അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രി കുടയും പിടിക്കും. പക്ഷെ എന്ത് തോന്നടേ ഇതൊക്കെ? മാനേജറിനെ അറിയത്തുള്ളൂ, എന്റെ റെമ്യൂണറേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നീ എന്നെ പൈസ തന്നെ വാങ്ങത്തില്ലേ? എന്ത് പ്ലീസ് തള്ളരുത്, ഇങ്ങനെ തള്ളരുത്. ഒരു മയത്തില് തള്ളു, ഒരു മയത്തില് കേൾക്കാൻ ഇതുകൊണ്ട്. അതെ, ലക്ഷങ്ങളാണ്. ഇത്രയും ഫേമസ് ആയില്ലേ, ഇനി ലക്ഷങ്ങളാണ്. കാറ്റും കോളുമില്ലേ, എത്രയോ മഴയും ഇടിവെട്ടലും മിന്നലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആകാശത്തിൽ ഓടി പോകുന്നുണ്ട്. ഏതെങ്കിലും 1-2 എവിടെ നെഞ്ചത്ത് വേണ്ട, സൈഡിൽ കൂടിയൊക്കെ ഒന്ന് വിഴുന്നാൽ മതിയായിരുന്നു. അവസ്ഥ. ഒരു മാനേജറും ലക്ഷങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. എന്തോന്നല്ലേ ഇത് പ്രയോജനം? കാണുമ്പോ തന്നെ എന്തോ പോലെ നരോചരകരം. ഇനി വേറൊരു റീലാണ്. കാറിന്റെ അകത്തുള്ള ഡിക്കി അല്ലല്ലോ, കാറിന്റെ അകത്ത് ഡിക്കിക്ക് ഫ്രണ്ടിലുള്ള സീറ്റിലിരിക്കുന്നു, കുനിഞ്ഞിരിക്കണേ. വാവ്, അതെ, ഇത്രയും ചൂടുള്ള സമയത്ത് കാറിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു, AC പോലും ഇടാണ്ട. എന്താണ്? വെള്ളം കുടിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. അത് ശരിയാട്ടാ ബ്രോ, ക്ഷീണിക്കാൻ മാത്രം ആയിട്ട് എന്ത് ഷൂട്ടായിരുന്നു? ഇമാതിരി ക്ഷീണിക്കാനുള്ള ഷൂട്ടോ?
അതും ശരിയാ, അപ്പടിയെല്ലാം തിങ്കേ പണ്ണക്കൂടാതെ ക്ഷണിക്കാൻ മാത്രമായിട്ടുള്ള ഷൂട്ടോ. ഓ ആ എന്താ പറഞ്ഞേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കത്തില്ല, അവരുദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചോണം. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലല്ലോ അവരുദ്ദേശിക്കുന്നത്, അവരുദ്ദേശിക്കുന്നതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആരും ഉദ്ദേശിക്കുന്നതല്ലല്ലോ അവരുദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കഴിവേറെ പിടിച്ച് കെട്ടടി, അതോടെ ഈ പ്രശ്നം തീരട്ട്. അങ്ങനെ சொல்லக்கூടാ. തീയിൽ കൊരുക്കുവാര് കുരുത്തതിന് തീയിൽ കൊരുക്കൂന്ന് പറഞ്ഞെങ്കിൽ സടക്ക് സടക്ക് തീയിൽ കൊരുത്ത തീയാണോ ഇപ്പുറത്തിരിക്കുന്നത്? മുടി കളത്തിയ തീ കൊരുത്ത് കൊരുത്ത് കുരുത്ത് 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 കരത്ത്. കോപ്പ് വീഡിയോ പോലും ചെയ്യാൻ സമ്മതിക്കില്ല. പട്ടി വന്നല്ല, പട്ടി കുറച്ചു ആരോ വന്നു. അങ്ങനെ പറയില്ലേ, എല്ലാം ഒന്നുമില്ല. കുറെയൊക്കെ രേണുവിന് വേണ്ടിയിട്ട് രേണു ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഒരു 90% എബോവാണ് സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അത് സുധിച്ചേട്ടന് വേണ്ടി മാത്രം. എന്നെ സുനിച്ചേട്ടാ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഏറി പോകുമ്പം സുധിച്ചേട്ടന്റെ ഫോട്ടോ എടുക്കുന്ന നെഞ്ചത്ത് പിടിക്കും, പിന്നെ ഋതപ്പനെ പിടിച്ച് ഇപ്പുറത്തെടുത്തും. ഇതാണ് ചെയ്യുന്നത്. ഒരു സ്ഥിരം പരിപാടിയാണ്. ഇനിയിപ്പോ നോക്കിയോ, എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഏറി കയറിപ്പോ വീണ്ടും റിപ്പീറ്റ്, വന്നാ പോണ റിപ്പീറ്റ് അന്ത മാതിരി. എന്തായാലും കാറിൻ്റെ അകത്തുള്ള രേണു അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീറ്റ് ആൻഡ് നല്ല തങ്കച്ചന്റെ കുടുംബത്തിൽ പറഞ്ഞതാണ്. രേണു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുരുത്തെന്നല്ല കുരുത്തം തന്നെയാണ് പറഞ്ഞത്. ശരിയാണ്. എന്തില്ലാവട്ടെ, ബാക്കി വാ. ഇത് എവിടെയാ പോകുന്നേ? ഇത് തന്നെ ആ ബോധം നിനക്കുണ്ടായിരുന്ന മതി. മതി. വനിതാ ദിനമാണെന്ന് പറഞ്ഞ് വനിതകൾക്കും കൂടി അപമാനമായിട്ടുള്ള ഓരോരോ കാഴ്ത്തിക്കൂട്ടലുകളെ കണ്ടാൽ തന്നെ കണ്ണു കളിക്കും. അമ്മച്ചിയാണ് ഉള്ള കാര്യം പറയാം. ഈ പട്ടി എന്തിനാ കുറയ്ക്കുന്നത്? ഓ തീർന്നു, ബെല്ലടിച്ച്. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അപ്പൊ നമ്മുടെ രേണു പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് വനിതകൾ ഓടിക്കുന്ന കാറിലാണ് കാണുക. അതെ, വളരെയധികം അടിപൊളിയാണ്. അതെ അതെ, വനിതകൾക്ക് അപമാനമായിട്ട് വനിതാ ദിനത്തിൽ കാറിലോ. ഓ അറിഞ്ഞു. അതെ, നമ്മുടെ കോമഡി പീസ് രേണു സ്തുതി വീണ്ടും വനിതാ ദിനത്തിലേക്ക് പുതിയ വിവാദവുമായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കി വാ 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 വാ, സമയമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കണം. നമ്മുടെ ആറാട്ടനെ പറ്റിയിട്ടാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ ചേരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈപ്പാണ്. പക്ഷെ ആറാട്ടനെക്കാളും നിനക്ക് ചേരുന്നത് അലിഞ്ചൂസ് പെരേരയാണ്. സത്യം, നിങ്ങൾ രണ്ടും കൂടി ചേർന്ന മാസ് ഡാ എന്നൊക്കെ പറയത്തില്ലേ? ശിവനും സത്യയും ചേർന്ന മാസ് ഡാ, രേണു അലിഞ്ചൂസ് പെരേരയും ചേർന്ന മാസ് ഡാ എന്ന് പറയാം നമുക്ക്. നിങ്ങളുടെ ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ല, പിന്നെ പുള്ളി ചുമ്മാ ഓരോ പെണ്ണുങ്ങളെ പറയുന്നുണ്ടേ. നിനക്ക് ചുമ്മാ ഒരാണുങ്ങളോട് ഓടിച്ചാടി തവളച്ചാട്ടം ചാടി നടക്കാൻ അറിയാം. പുള്ളി ഒരുപാട് പെണ്ണുങ്ങളെ പറയുന്നതാണ് നിന്റെ വിഷയം. അവൻ കഴപ്പനാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ആറാട്ടൻ തന്നെ. പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറ്റം പറയാനുള്ള ഒരു ക്വാളിറ്റി നിനക്കില്ല. ഉള്ള കാര്യം പറയല്ല. അങ്ങനെ പറയില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. നിങ്ങൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുറന്നു സംസാരിക്കണം. ഇനി എങ്ങാണ്ട് ഒന്നിച്ചാലേ ആറാട്ടണ്ണനും ആ ഒരു ദുരന്തം തീർന്നു കിട്ടും, നിന്നെ പോലെ ഒരു ദുരന്തം പിന്നെ തീർന്നു കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. രണ്ടും കൂടി അവസാനം റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയ വീണ്ടും കുളമാക്കും. അതും വേറൊരു സത്യമാണ് കേട്ടോ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആപത്തിലേക്കാണ് പോക്ക്. ഓ ആലോചിക്കാൻ പോലും വയ്യ. ഇപ്പൊ തന്നെ കുറെ കണ്ട് കണ്ണുകളിരിക്കുകയാണ് നാട്ടുകാർ മൊത്തം. വീണ്ടും ഈ ആറാട്ടണ്ണനെയും കെട്ടി അങ്ങേരോട്ട് വീണ്ടും റീൽ എടുത്തിട്ട്
അങ്ങനെ ആകുമ്പോൾ രാത്രി ലൈവ് ഇടും. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ എന്താ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ സുധാരണ്ടണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് എനിക്ക് രാത്രി ഇന്നവളടുത്ത് ക്രഷ് വന്നെന്ന് പറഞ്ഞിട്ട് ഇവളെ അടുത്ത് പിടിച്ചിരുത്തിട്ട് സംസാരിക്കും. അത് വേറൊരു കഴപ്പനാണ്. ഇതെന്തോ ഒരു പ്രത്യേക യൂണിവേഴ്സാണ് കേട്ടോ നിങ്ങൾ. ഇത് വേറെ ലെവലാണ്, അത് നമുക്ക് പറഞ്ഞറിയാൻ പറ്റുന്നതല്ല. എന്താണ് ക്രിക്കറ്റ് കളി എന്ന് പറയുമ്പോൾ നിനക്ക് ഇത്ര ചിരി? നീ ഉദ്ദേശിച്ച കളിയല്ല, ഇത് ക്രിക്കറ്റ് കളിയാ. ബാറ്റും ബോളും ഒക്കെ വെച്ചിട്ട് കളിക്കുന്ന ബാറ്റും ബോളും ഇല്ല, ഇത് അല്ലാത്ത ബാറ്റും ബോളും. നീ ഉദ്ദേശിച്ചല്ല, നിനക്ക് ചിരി കണ്ടപ്പോഴെങ്കിൽ തോന്നുന്നു നിന്റെ ക്രിക്കറ്റ് കളിയുടെ പിടുത്തം. ക്രിക്കറ്റ് കളി കുഞ്ഞിലേ കളിച്ചിട്ടുണ്ട്. അങ്ങനെ വരട്ട് വാ. അപ്പൊ ഇപ്പൊ വയസ്സായെന്ന് സമ്മതിച്ചു. അത് തന്നെ ഒരു കാര്യം. ഇന്ന് നമ്മുടെ ഫൈനലാണ്. അപ്പൊ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ചേച്ചി കളി അതിനെ കുറിച്ചൊന്നും ചോദിക്കില്ല. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയും ഇല്ല എന്റെ ഇരിക്കുന്ന വിവോ ആണ്, അല്ലെങ്കിൽ റെഡ്മി ആണ്, റിയൽമി ആണെന്നൊക്കെ പറയും. അങ്ങനത്തെ ടീമാണ്. ഇതിന്റെ കൂടെ ഒന്നും ചോദിക്കാതെ ചോദിക്കുന്നവന് സാമാന്യ ബോധം വേണ്ടേ? കുഞ്ഞിലെ പാകിസ്ഥാനും ഇന്ത്യ സച്ചിൻ. സച്ചിനെങ്കിലും അറിയാലോ. സന്തോഷം, സമാധാനം. ടെണ്ടുൽക്കറും ജഡേജയൊക്കെ ഉണ്ടാകുമ്പോ കാണാറുണ്ട്. ഞാൻ വലിയ ഫാനാണ് ജഡേജയുടെ, അജിത് അഗാർ. ഞാൻ ക്രിക്കറ്റ് കാണാറുണ്ട്. ഞാൻ വലിയ ഫാനാണ് ജയറാമിന്റെ. ജയറാമൊന്നും ഇല്ല ക്രിക്കറ്റില്. അതെ, ഞാൻ ക്രിക്കറ്റില് കാണാറുണ്ട്. ഞാൻ പണ്ടൊക്കെ കാണാറുണ്ട്. ഞാൻ ജയറാമിന്റെ ഫാനാണ്. ആ സമയത്തൊക്കെ ഇപ്പൊ കളി കാണാറില്ല. ഞാൻ പണ്ടത്തെ ഇനി നീ ക്രിക്കറ്റ് കളിയും കൂടി കണ്ട അതിന്റെയും കൂടി റിവ്യൂ പറയാനായിട്ട് ഇറങ്ങി തിരിക്കില്ല കേട്ടോ. സഞ്ജു സാംസൺ എന്ന് പറയുമ്പോ ഇല്ല ഇന്ത്യയിൽ റെഡ്മി ആണെന്ന്. കലികാലം. കുഞ്ഞിലത്തെ മറ്റേ സച്ചിൻ തെണ്ടുൽക്കർ, അജിത് അഗാർക്കർ, അനിൽ കുംബ്ല, എന്താ പറയാ ജഡേജ, അവരുടെ കുംബ്ലിങ് നയിച്ചായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഒക്കെ ഫാനാണ്, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. WWE കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതെ ഞാൻ റൊണാൾഡോയുടെ ഫാനാണ് എന്ന് പറയും. അതാണ് സംഭവം. ആ ട്രാക്കാണ്. ഞാൻ പറയാതെ തന്നെ പിടിയിട്ടില്ല. ഇനി നമ്മുടെ താജ് പത്തനംതിട്ട അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. വീട് ചോരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ എന്നെ അവരുടെ സുധീര വൈഫിന്റെ ഫാദർ എന്നെ നിരന്തരം വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ച് എന്നോട് ചൂടാകുന്നു. വേറെ ചെറിയൊരു അതിനെപ്പറ്റി ഇനി പറയണ്ട, വെറുതെ നമ്മളിനി നമ്മള് മറന്ന അധ്യായങ്ങളാണ് അതൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളിപ്പോ ഞാൻ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. ചില്ലറ തൊട്ടുകളില്ലേ, ചില്ലറ തൊട്ടുകൾ അതെപ്പോഴും ചില പല സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നോട്ട് കെട്ടുകൾ ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കത്തില്ല. അതായത് ഇത്തരം നിലവാരമില്ലാത്ത സാധനങ്ങൾ എപ്പോഴും ചലച്ചോണ്ടിരിക്കും. നമ്മളെ പോലെയുള്ളവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവർ മിണ്ടായിരിക്കണമെന്നാണ് താജ് പത്തനംതിട്ട എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? നേരെ പോ. ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്. അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞു കേട്ടോ. ചില്ലറ കലവലാന്ന് കാണുന്ന ചലച്ചോണ്ടിരിക്കും. ഇനിയാണ് എനിക്കെതിരെ സുഹൃത്തെ രംഗത്ത് ഡാനിസത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വരുന്നൊരു കമന്റ് എന്ന് പറഞ്ഞാൽ UK-കാരൻ പോയി പുതിയ പട്ടാളക്കാരൻ വന്നു. പറഞ്ഞപ്പോഴാ പട്ടാളക്കാരൻ. അതിന്റെ ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ കുറച്ച് വയറി. ഫോട്ടോയും വന്നോ? ഒരു ഫോട്ടോ ചേച്ചിയോട് സെൽഫി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആരുടെ കൂടെ, എന്റെ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആരുടെ കൂടെ സെൽഫി എടുത്താലും ഈ ഡാനി സത്യൻ, അതുല് അങ്ങനെ പറയരുത്. നിന്റെ അച്ഛൻ്റെ നീ സെൽഫി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പറയത്തില്ല. പക്ഷെ ഇത് നീ അപമാനിച്ചു. ഇത് നമ്മളെ കുത്തനെ അപമാനിച്ചു. എന്തായാലും നിന്റെ അത്ര അപമാനം നമ്മൾ അല്ലാത്തോണ്ട് നമ്മൾ പിടിച്ചു. ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നത്. നിനക്ക് നെഗറ്റീവ് അടിക്കുന്നില്ല, നിന്റെ അപരാധനങ്ങളെയും ഉടായ്പകളെയും വലിച്ചു കീറി ഒട്ടിക്കുന്ന കുറച്ച് വ്ളോഗേഴ്സ്. അങ്ങനെ പറഞ്ഞ അത് നിന്റെ ഭാഗത്ത് നോക്കുന്ന നെഗറ്റീവ്, നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആണ്. ഇവന്മാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനാണ് ഈ തമ്പലിനോ അങ്ങനല്ലേ പറയുന്നത്? അത് അങ്ങനെയല്ലേ പറയുന്നേ, തമ്പനയിലോ? ഓക്കെ. അപ്പൊ നീ പറയാറുണ്ടല്ലോ ഞാൻ ഇവന്മാരുടെ ആരുടെയും വീഡിയോസ് ഒന്നും കാണാറില്ല ഇവിടെ നിന്ന് തന്നെ. എന്തിനാന്ന് എനിക്കറിയത്തില്ല. കാമുകൻ ആ മരത്തിന്റെ മൂട്ടി കയറി ഇരിക്കുന്നു, ഒന്ന് താത്തിയിട്ടോണ്ടിരിക്കൂ. എന്തുവാ ഒരു കാറ്റടിച്ചാ തീന്നു. അപ്പൊ ഫോട്ടോ നോക്കുമ്പോ അവര് വേറെ ആൾക്കാരാണ്. ഇവർക്ക് വേറെ ഒന്നും വെച്ച് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാലോ, മെയിൻ സ്ട്രീം കൊണ്ട് കാണിച്ച പോലെ. അങ്ങനെ ഒരു വെച്ചൊരു ഫോട്ടോ വെക്കാലോ. ഇവർക്ക് ഈ വെള്ളയുടെ ഫോട്ടോ എന്തിനാ എന്റെ കാമുകനാന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താന്ന് പറയുമ്പോ നിന്റെ കാമുകൻ ഏതാണെന്ന് നമുക്ക് ഒരു പിടിയില്ല. പിടിയില്ലാ നിൽക്കുമ്പോഴാണ് നീ ഓരോരുത്തന്മാരായിട്ട് വീഡിയോ ഇടണം. അപ്പോഴും നമ്മൾ ഊഹം വെച്ചിട്ട് അങ്ങ് ഇടുന്നു. പിന്നെ ഞാൻ നിന്റെ കാമുകനാണെന്നൊന്നും പറഞ്ഞ് ഒരുത്തന്നെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടില്ല.
നിന്റെ കുറെ കോപ്പിലെ അഭിനയങ്ങളെയാണ് നമ്മൾ വലിച്ചു കയറി ഒട്ടിച്ച് എടുത്ത് മറ്റേ ചവരി ചേർത്ത് വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് നീ കാമുകന്റെ കൂടെ പോയെന്നാ കാമുകിയുടെ കൂടെ പോയെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിടുന്നൊന്നുമില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം പ്രണാസുന, നീ ഒരു സകല കലാ ബല്ലബി തന്നെ. നിന്നെപ്പോലെ നീ മാത്രം മതി. ആ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. രേണുസുതിയെ പോലെ ഒരു മിന്നും താരം നമ്മുടെയൊക്കെ പേര് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും അപമാനം നമുക്ക് വേറെ ഇല്ല എന്ന ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും വലിയ അപമാനം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കുഴപ്പമില്ല, ഞാൻ അങ്ങ് അംഗീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. ഞാൻ ഈ രേണുസുതി വിഷയമായ വീഡിയോസ് നിർത്തണം നിങ്ങൾ പറഞ്ഞു. നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യത്തില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരുപാട് പേര് അയച്ചു തരാറുണ്ട്, ചെയ്യാതില്ലേ നിന്റെ സംസാരം കേൾക്കാൻ താല്പര്യമാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ്ലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവളുടെ കണ്ടന്റ് ഇതിനു മുന്നേ ഒഴിവാക്കിയിട്ട് വേറെ കണ്ടന്റ് മാത്രം ചെയ്ത് പോകുമായിരുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങൾ ഓഡിയൻസ് പറയുന്ന പോലെ നമ്മൾ ചെയ്യും, അല്ലാതെ നമുക്ക് വേറെ വലിയ അപ്പീലൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.